നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രവചനങ്ങൾ അങ്ങനെയാണ്. ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട ഓരോ സമയമുണ്ട്. ചില ആളുകൾക്ക് ദോഷങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും അവരുടെ ജീവിതം രക്ഷപ്പെടുകയില്ല എന്ന് നമ്മുടെ ജീവിതം വെച്ചുകൊണ്ട് പലരും പ്രവചിക്കും. പക്ഷേ സംഭവിക്കുക നേരെ മറിച്ചാണ്. ഒട്ടേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും വളരെ നാളുകളായി അനുഭവിക്കുന്ന ആളുകൾക്കായിരിക്കും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വന്നു ചേരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇനി ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കും. ഒരുപാട് പ്രയത്നിച്ചിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും രക്ഷപ്പെടും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിട്ടും അങ്ങനെ രക്ഷപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളാണോ നിങ്ങൾ? ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം മനസ്സിലാകും. എന്തുകൊണ്ടാണ് എത്ര തന്നെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചും അധ്വാനിച്ചും പരിശ്രമിച്ചിട്ടും മുന്നോട്ട് പോയിട്ടും ഒന്നും രക്ഷപ്പെടാത്തത് എന്ന്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും പറയാറുണ്ട്. സമയം ശരിയല്ല. അത് ഒരു പരിധിവരെ സത്യമാണ് താനും. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് പ്രവചനം നടത്തുമ്പോൾ ചരവശാലുള്ളതും ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലമായ ഭാവം നിമിത്തവും പല നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും ഉണ്ടാകാറുണ്ട്. എത്ര തന്നെ അധ്വാനിച്ചിട്ടും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നമ്മൾക്ക് ലഭിക്കാതെ വരുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ആ തടസ്സമാണ് അല്ലെങ്കിൽ ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നല്ല സമയം എത്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദോഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത്ഭുതങ്ങൾ തന്നെ എന്ന് പറയേണ്ടി വരും. പലരും വിമർശിക്കാറുണ്ട്, നല്ലത് എന്ന് പറഞ്ഞിട്ട് നല്ലത് ലഭിക്കാതെ വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ മോശം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല സമയമാണ് എന്ന് പറയുന്ന ആളുകൾ. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ ചാരവശാലുള്ള ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ സ്ഥിതി വെച്ചുകൊണ്ടും അവരുടെ ജാതകവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ടും ദശാകാലവും അപഹാരവും പരിഗണിച്ചുകൊണ്ടും ചെയ്യുന്ന പ്രവചനം വിശ്വാസയോഗ്യമായിരിക്കുകയും അത് ഫലത്തിൽ വരികയും ചെയ്യും. ചാരവശാലുള്ള ഫലങ്ങൾ ആ ഗ്രഹങ്ങളുടെ അനുകൂലമായ ഭാവം അവരുടെ ജാതകത്തിലുണ്ടെങ്കിലോ ദശാകാലവും അപഹാരവും അനുകൂലമാണെങ്കിലോ പൂർണ്ണ തോതിൽ അവർക്ക് അനുകൂലമായി വന്നു ചേരും. ഈ പറയുന്ന നാളുകാരിൽ അവരുടെ അനുകൂലമായ ഫലങ്ങളും ഉയർച്ചയും സംഭവിക്കുന്ന ഒരു സമയമാണ്. ഈ പറയുന്ന നാളുകാർക്ക് രാജയോഗ സമാനമായ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുമായിട്ടുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉണ്ടായിരിക്കും. തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഉയർച്ച സംഭവിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമായ ഫലങ്ങളും ദൈവികമായ അനുഗ്രഹവും വന്നു ചേരുമ്പോൾ സംഭവിച്ചിരിക്കും. ഇപ്പോൾ പറയുന്ന നക്ഷത്രക്കാർ മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ദോഷകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മെച്ചപ്പെട്ട മേഖലകളിലേക്ക് പ്രവേശിക്കും. ഈ നാളുകാരുള്ള വീടുകളാണോ എങ്കിൽ ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് മഹാഭാഗ്യം തന്നെയാണ്. ഇവരുടെ സാന്നിധ്യവും ഇവരുടെ ഇടപെടലും ഇവരുടെ സങ്കല്പവും ഇവരുടെ കൂടെ നിൽക്കുന്ന മാത്രയിൽ ഇവരുടെ ജീവിതം മെച്ചപ്പെടുകയും അതോടൊപ്പം തന്നെ
മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് സംഭവിക്കുന്നത്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഐശ്വര്യം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന്റെ സാമീപ്യം തന്നെയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർ വസിക്കുന്ന വീട്ടിൽ രാജയോഗ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങി കിട്ടുന്ന സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ഇവർ ഓം നമ ശിവായ മന്ത്രം ജപിക്കുക. ഇവിടെ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹത്തിലൂടെ ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ മാറുകയും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുകയും ചെയ്യും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഭാഗ്യം കടാക്ഷിക്കുന്ന, ജീവിതത്തിലെ അസുലഭമായ സൗഭാഗ്യം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് വിദേശ സ്ഥലങ്ങളിലേക്ക്, വിദേശത്തേക്ക് പോകുന്നതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ ലഭിക്കുകയും നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഈ നാളുകാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. സമയദോഷങ്ങളൊക്കെ മാറുകയും എല്ലാവിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതം ഈ നാളുകാരുടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മഹാഭാഗ്യം തന്നെയാണ്, മഹാ ഐശ്വര്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രാജാവിന് തുല്യമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന, ഇത് രാഷ്ട്രീയമോ സാമൂഹികപരമോ ഔദ്യോഗികപരമോ ആയിക്കൊള്ളട്ടെ, ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങളും ഇവർക്ക് ലഭ്യമാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് പല ദുഃഖ ദുരിതങ്ങളും മനസ്സിൽ അണയാതെ നിന്ന ഒരു ആദി ഉണ്ടായിട്ടുണ്ട്. മനസ്സിൽ ഒരിക്കലും കെട്ടുപോകാതെ നിന്ന ആ വിഷമം ഇപ്പോൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്നു. പണ്ട് അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ എന്താണെന്ന് ചിന്തിച്ചാൽ പോലും ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും. നേട്ടങ്ങൾ ഒരുപാടാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തികപരമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഐശ്വര്യവും സമൃദ്ധിയും ഇവരുടെ കൂടെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. സന്താനങ്ങളുടെ ഐശ്വര്യം ഇവർക്ക് വന്നു ചേരും. സന്താനങ്ങളില്ലാതെ നിന്ന ആളുകൾക്ക്, ദമ്പതികൾക്ക് വളരെ നാളുകൾക്ക് ശേഷം ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്ന, ഒരു സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന, സന്താനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി സന്താന സൗഭാഗ്യം, സന്താന ലാഭം ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ. മക്കളുള്ള ആളുകൾക്ക് മക്കളിൽ നിന്ന് സന്തോഷപൂർണമായ ഒരു വാർത്തകൾ കേൾക്കാനുള്ള അവസരമൊക്കെ വന്നു ചേരും. മക്കളുടെ ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ദോഷ ദുരിതങ്ങളാണ് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന, മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന, കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണത വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യം, മഹൈശ്വര്യം ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ്. ഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒട്ടേറെ വിജയങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയും അലസത, മടി ഇത്യാദി കാര്യങ്ങൾ, പഠന സംബന്ധമായിട്ടുണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങൾ മാറുകയും പഠനത്തിൽ
മികവ് പുലർത്തുന്നതിനും ശ്രദ്ധ വന്നുചേരുന്നതിനും മികച്ച വിജയം വന്നുചേരുന്നതിനും സാധിക്കുന്നു. ഉപരിപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തിക ലാഭം, മിന്നുന്ന വിജയം ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.